മാഹി മണ്ഡലം NDA സ്ഥാനാർത്ഥി A ദിനേശിന്റെ പര്യടനം സജീവമാകുന്നു. പരിസരത്തെ വീടുകളിൽ സന്ദർശനം നടത്തിയ സ്ഥാനാർത്ഥിക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിക്കുന്നത്. NDA സഖ്യം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന് സ്ഥാനാർത്ഥി A ദിനേശൻ പറഞ്ഞു. മാഹിയിൽ BJP വിജയത്തിലേക്ക് ഉറച്ചു നടന്നുകൊണ്ടിരിക്കുകയാണെന്നും മാഹിയിൽ ഇത്തവണ താമര വിരിയുമെന്നും NDA സ്ഥാനാർത്ഥിയായ A ദിനേശൻ പറഞ്ഞു. പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമായി പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം ഏറെ അനുകൂലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാഹിയുടെ സമഗ്ര പുരോഗതിക്കായി ജനങ്ങൾ ശക്തമായ പിന്തുണ നൽകുമെന്ന് വിശ്വസിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ വികസന പാത കൂടുതൽ ശക്തിപ്പെടുത്താൻ നരേന്ദ്രമോദി നയിക്കുന്ന ഭരണത്തിന് പിന്തുണ തുടരേണ്ടതുണ്ടെന്നും മാഹിയിൽ NDAക്ക് അനുകൂലമായ തരംഗം വ്യക്തമായുണ്ടെന്നും A ദിനേശൻ അഭിപ്രായപ്പെട്ടു. ഞങ്ങൾ മാഹിയിൽ NDAയുടെ പ്രചാരണം തുടങ്ങിയിട്ട് ഇന്നേക്ക് 5ാമത്തെ ദിവസമാണ്. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പരസ്യ പ്രചാരണത്തിലേക്ക് ഇറങ്ങിയതാണ്. അതിലും ഒരു 3 മാസം മുന്നേ നമ്മൾ ഗ്രൗണ്ട് വർക്ക് ഇവിടെ നടത്തിയിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ NDA സഖ്യം ഇത്തവണ മാഹി വിജയിക്കാൻ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് നമ്മൾ പോകുന്ന വീടുകളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ളത്. ഇടത് വലത് മുന്നണികളെ മയ്യഴിക്കാർ മടുത്തതായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. കാരണം സ്വതന്ത്രനായിട്ട് രാമേന്ദ്രൻ മാസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ കാലയളവിലുള്ള കോൺഗ്രസ് MLAക്കും BJP ചെയ്യുന്ന കാര്യങ്ങൾ ഞാനാണ് ചെയ്തത് എന്ന് പറയാനല്ലാതെ സ്വന്തമായിട്ട് ഒരു മാഹിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയയോ ഒരു പ്രപ്പോസലോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ജനങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മാഹി വികസിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഭാരതത്തിൻ്റെ മറ്റ് കോണുകളിലൊക്കെ ഉണ്ടാവുന്ന വികസനം കണ്ട് മാഹിയിൽ എന്തുകൊണ്ട് ഇതൊന്നും സാധ്യമാവുന്നില്ല എന്ന് നെടുവീർപ്പിടുന്ന ജനങ്ങൾക്ക് ഇത്തവണ ഒരു പ്രതീക്ഷയായിക്കൊണ്ട് BJP മുന്നേറുകയാണ്. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ NDA ഇത്തവണ മാഹിയിൽ വിജയക്കൊടി പാറിക്കും. ഈ നാട്ടിലെ ജനങ്ങൾ ഇതുവരെയുള്ള മാഹിയിലെ മുരടിപ്പ് മാറ്റുവാനുള്ളൊരു പ്രതീക്ഷയായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയെ കാണുന്നത്. അതുകൊണ്ട് ഇത്തവണ മാഹിയിൽ NDA വിജയക്കൊടി പാറിച്ചിരിക്കും. ജനങ്ങൾ നല്ല രീതിയിലുള്ള പ്രതികരണമാണ്, സ്വീകരണമാണ് മറ്റ് മതന്യൂനപക്ഷങ്ങളുടെ വീടുകളിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. എല്ലാവരും ഐക്യകണ്ഠേന ഇത്തവണ ഒരു മാറ്റം വേണം എന്ന് തന്നെയാണ് പറയുന്നത്. ആ മാറ്റം ഒരു വികസനത്തിന് വേണ്ടിയുള്ള മാറ്റമായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഭാരതീയ ജനതാ പാർട്ടിക്കല്ലാതെ മറ്റാർക്കും ഈ മാഹിയിൽ ഒരു വികസനമോ ജനങ്ങൾക്കൊരു പ്രതീക്ഷയോ നൽകുവാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ മാഹിയിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചിരിക്കും. ഇന്ന് സ്പിന്നിംഗ് മിൽ, ഡാഡിമുക്ക് പ്രദേശങ്ങളിലായി വീടുകൾ സന്ദർശിച്ച് വോട്ടർമാരുടെ നേരിട്ടുള്ള സംവാദം നടത്തി ജനങ്ങളുടെ പ്രശ്നങ്ങളും നിർദ്ദേശങ്ങളും കേട്ടറിയുകയും വികസന പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. പ്രവർത്തകരായ ജയസൂര്യ ബാബു, ജയചന്ദ്രൻ, റോഷ്നി, രതീഷ്, ജസ്ന രതീഷ്, ചന്ദ്രശേഖരൻ നെല്ലിയോട്ടിൽ, പുഷ്പ മങ്ങാട, സുനിൽ മള്ളേരി, ബാബു ചട്ടേന്റെ വീട്, ബിന്ദു, അനുദാസ് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം പങ്കെടുത്തു. വോട്ടർമാരുമായി നേരിട്ടുള്ള ബന്ധം തുടർന്നുകൊണ്ട് ഭൂരിപക്ഷ വിജയം നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി.